എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. പുരാതന കാലം മുതൽ തന്നെ നാഗാരാധനയ്ക്ക് വളരെ പ്രാധാന്യമാണ് നമ്മുടെ സംസ്കാരത്തിനുള്ളത്. കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിത മുന്നേറ്റത്തിനും ആരോഗ്യത്തിനും സന്തതി പ്രാപ്തി വഴി പാരമ്പര്യം നിലനിർത്താനുമെല്ലാം നാഗപ്രീതി വരുത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. അത് ഒരുവൻ്റെ ജനനഗ്രഹനിലയിൽ രാഹുവിൻ്റെ അനിഷ്ട ഭാവസ്ഥിതി കൊണ്ട് സൂചിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു രാഹുവിൻ്റെ അനിഷ്ടഭാവസ്ഥിതി മനസ്സിലാക്കുകയാണെങ്കിൽ, ജാതകത്തിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ സർപ്പപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ആയില്യം പോലെയുള്ള ദിവസങ്ങളിലെ നാഗക്ഷേത്രങ്ങളിലെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. മണ്ണാർശാലയിലാണ് കേരളത്തിൽ ഏറ്റവും വിശേഷമായി ഈ ഒരു തുലാമാസത്തിലെ ആയില്യം ആഘോഷിക്കുന്നത്. കൂടാതെ സന്തതികൾ ഉണ്ടാകാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് തങ്ങളുടെ സന്താനം ഉണ്ടാകുവാനുള്ള തടസ്സത്തിന് കാരണം ജാതകവശാലോ പ്രശ്നവശാലോ രാഹു ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് രാഹുവിൻ്റെ അതിദേവതയായ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ സന്തതി പ്രാപ്തിക്കായിട്ട് മണ്ണാറശാലയിൽ മാത്രമായിട്ടുള്ള സവിശേഷമായ വഴിപാടാണ് ഉരുളികമെഴുത്തും പാലും പഴവും നിവേദ്യവും നിലവറപ്പായസവും. സന്താനഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ദമ്പതികൾ നാഗരാജാവിന് ഏറ്റവും പ്രീതികരമായ നൂറും പാലും തർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വിശിഷ്ട പാത്രമായ ഉരുളി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ഭഗവാന് മുന്നിൽ സമർപ്പിക്കുകയും അമ്മ അത് നിലവറയിൽ കമിഴ്ത്തുകയും ചെയ്യുന്ന വഴിപാടാണ് ഉരുളി കമിഴ്ത്ത്. ഇത് ദമ്പതികൾ സന്താനമുണ്ടായി പ്രാർത്ഥന പ്രകാരമുള്ള വഴിപാടുകൾ നടത്തി ഉരുളി നിവർപ്പിക്കുന്നതോടെയാണ് ഇത് പൂർത്തിയാകുന്നത്. നിത്യവും അഭിഷേകങ്ങൾക്ക് ശേഷം ആദ്യമായി ഭഗവാന് നിവേദിക്കുന്ന വിശേഷാൽ നിവേദ്യമാണ് പാലും പഴവും നിവേദ്യം. കദളിപ്പഴവും ശുദ്ധമായ പശുവിൻ പാലുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉരുളി കമിഴ്ത്തൽ വഴിപാടിൻ്റെ ആ ഒരു പ്രസക്തിയെപ്പറ്റി, അത് മണ്ണാർശാലയിൽ ഇത്ര പ്രാധാന്യത്തോടു കൂടി ഈ ഒരു വഴിപാട് നടത്തുന്നതിനെ പറ്റിയും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നും ഇങ്ങനെ ഈ സന്താന ഭാഗ്യത്തിനായിട്ട് അവിടെ ഇത് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രസക്തിയുമൊക്കെ ഈ ഒരു മണ്ണാറശാലയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതിനെപ്പറ്റി പറയുവാൻ ശ്രമിക്കാം. ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ 2025 നവംബർ 12 ആണ് അവിടുത്തെ ഏറ്റവും വലിയ വിശേഷമായ തുലാമാസത്തിലെ ആയില്യം ആഘോഷിക്കുന്നത്. മണ്ണാർശാലയിലെ ശ്രീ നാഗരാജ ക്ഷേത്രത്തിനും ത്തിൻ്റെ ഐതിഹ്യത്തിനും കേരളോൽപ്പത്തിയോളം തന്നെ പഴക്കമാണുള്ളത്. അതായത് പരശുരാമൻ ക്ഷത്രിയ നിർഗ്രഹ പാപപരിഹാരത്തിനായിട്ട് സമുദ്രത്തിൽ നിന്ന് ഭൂപ്രദേശം ഉദ്ധരിച്ച് ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയപ്പോൾ അവിടെ വാസയോഗ്യമാക്കുവാൻ വേണ്ടി ശ്രീ പരമേശ്വരൻ്റെ ഉപദേശപ്രകാരം നാഗരാജാവായ വാസുകിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയും അങ്ങനെ സർപ്പഗണങ്ങളുടെ സഹായത്തോടെ തങ്ങളുടെ വിഷജ്വാലകളാൽ ലവണാംശത്തെ നീക്കി അവിടെ ഈ ഒരു ഭൂമി ഫലഭൂഷ്ടമാക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഭൂപ്രദേശത്തിൻ്റെ ഫലഭൂഷ്ടതയും ഐശ്വര്യ സമൃദ്ധിയുമൊക്കെ തുടർന്നും നിലനിർത്തുവാൻ വേണ്ടിയാണ് നാഗരാജാവിൻ്റെ സാന്നിധ്യം ഈ മണ്ണിൽ തന്നെ ഉണ്ടാകണമെന്ന് പരശുരാമൻ ആഗ്രഹിച്ചതിന് പ്രകാരം മന്ദാര തരുക്കൾ നിറഞ്ഞ ഈ ഒരു കാനന പ്രദേശത്ത് രൂപസൗകുമാര്യം തുളുമ്പുന്ന വാസുകി വിഗ്രഹവും ഇടത് ഭാഗത്ത് പത്നിയായ സർപ്പയക്ഷിയെയും പ്രതിഷ്ഠിച്ചു. കൂടാതെ തൻ്റെ ശിഷ്യരിൽ പ്രധാനിയായ പണ്ഡിത ബ്രാഹ്മണനെ സവിശേഷമായ മന്ത്രോപദേശങ്ങൾ നൽകി ഭഗവത് പൂജകൾക്കായിട്ട് നിയോഗിക്കുകയും ചെയ്തു. അനന്തരം പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് യാത്രയായി. ഭക്തോത്തമനായ ആ ബ്രാഹ്മണൻ തൻ്റെ ജീവിതം നാഗപൂജയ്ക്കായി സമർപ്പിച്ചു. ഈ പ്രദേശം പിന്നീട് മന്ദാരശാല എന്ന പേരിൽ കീർത്തി നേടുകയും ചെയ്തു. പിന്നീടാണ് മണ്ണാർശാലയായിട്ട് ഈ ഒരു നാമം പരിണമിച്ചത്. അതിനാൽ പരശുരാമനാൽ പ്രതിഷ്ഠിതവും ചുരപുരാതനവുമായ നാഗാരാധനാ കേന്ദ്രം നിർമ്മലമായ മാതൃപുത്ര ബന്ധത്തിൻ്റെ ദിവ്യവും അനന്യവുമായ അനുഷ്ഠാന ഭൂമി ആവുകയും ചെയ്തു. അതായത് പരമ്പരാഗതമായിട്ട് തന്നെ സ്ത്രീ പൂജാരിണിയായിട്ടുള്ള ഈ ലോകത്തിലെ ഏക ക്ഷേത്രമാണ് ഈ മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഭഗവാന്റെ മാതൃസ്ഥാനം കൽപ്പിക്കപ്പെടുന്നത് മണ്ണാർശാല അമ്മയാണ് മുഖ്യ പൂജാരിണി. ദ്വാപരയുഗത്തോളം എത്തുന്ന ഒരു മഹിത പാരമ്പര്യത്തിൻ്റെ മായാത്ത ശോഭയാണ് മണ്ണാർശാല അമ്മ എന്ന അനുപമ സങ്കല്പം. പ്രപഞ്ച സർവസ്വത്തെ പൂർണ്ണമായും തന്നിലടക്കി ആദിയും അന്തവുമില്ലാതെ പരമാത്മ സ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ ശയ്യയായുള്ള സാക്ഷാൽ അനന്തൻ്റെ അവതാരത്തെ
ഗർഭപാത്രത്തിൽ സ്വീകരിച്ച് ജന്മം നൽകിയ സൗഭാഗ്യവതിയായ ഒരു നാരീരത്നമായിരുന്നു മണ്ണാറശാലയിലെ അമ്മമാരുടെ പരമ്പരയിലെ ആദ്യ കന്യയായ മന്ദാരശാലയിലെ നാഗോപാസകനായ വിപ്രശ്രേഷ്ഠൻ വസുദേവൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള ശ്രീദേവി. ഈ പരശുരാമ നിയോഗപ്രകാരം നാഗരാജ പൂജ ജീവിതവ്രതമായി സ്വീകരിക്കപ്പെട്ട ബ്രാഹ്മണോത്തമൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളാണ് ഈ വസുദേവനും ശ്രീദേവി. അപ്പം തങ്ങളുടെ പൂർവികർ അനേക പരമ്പരകളായി തുടർന്നു വന്ന ഉപാസനകൾക്ക് ശേഷം വരും തലമുറയിലെ ഇത് തുടരുവാൻ സന്താന ഭാഗ്യമില്ലല്ലോ എന്നോർത്ത് ദുഃഖാർത്തരായി കഴിയവെയാണ് കാണ്ഡവ ദഹനത്തിൻ്റെ ഭാഗമായുണ്ടായ വൻ കാട്ടുതീ മന്ദാരശാല ഉൾപ്പെടുന്ന കാനന പ്രദേശങ്ങളിലേക്കും തീഷ്ണജ്വാലകൾ ഉയർത്തി പടർന്നെത്തിയത്. വൻമരങ്ങളും സസ്യജാലങ്ങളും അതിലടങ്ങിയ പക്ഷിമൃഗാദികളുമെല്ലാം അഗ്നിനാളത്തിൽപ്പെട്ട് വെണ്ണീർ കുമ്പാരങ്ങളായി. ദ്വാപരയുഗത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ആ കാണ്ഡവനത്തിൻ്റെ തന്നെ ഒരു ഭാഗമായാണ് ഈ ഒരു മന്ദാരശാലയെ കണക്കാക്കുന്നത്. എന്നാൽ നാഗരാജാവിൻ്റെ അഭൗമ്യ ചൈതന്യ സാന്നിധ്യത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന മന്ദാരശാലയുടെ അതിരുകൾക്കുള്ളിലേക്ക് കാട്ടുതീക്ക് കടന്നെത്താനായില്ല. ചുറ്റുപാടും വ്യാപിച്ച കാട്ടുതീയിൽപ്പെട്ട് പുറ്റുകളിലും മാളങ്ങളിലും മരപ്പൊത്തുകളിലുമൊക്കെ കഴിഞ്ഞിരുന്ന പൊള്ളലേറ്റ അസംഖ്യം നാഗഗണങ്ങൾ തങ്ങളുടെ അധീശനായ നാഗരാജാവിൻ്റെ സൗധത്തിലേക്ക് രക്ഷ തേടി ഓടിയെത്തി. അഗ്നിതാപമേറ്റ് ചുട്ടുപൊള്ളുന്ന മണ്ണിന് നടുവിൽ ആറിയ മണ്ണോടുകൂടിയ മന്ദാരശാല എന്ന നാഗരാജ സന്നിധിയാണ് പിൽക്കാലത്ത് മണ്ണാർശാലയെന്ന് പ്രസിദ്ധമായി തീർന്നത്. പ്രാണരക്ഷാർത്ഥം തങ്ങളുടെ പർണശാല പരിസരത്തേക്ക് എത്തിയ നാഗങ്ങളുടെ ദുസ്ഥിതി കണ്ട് മനം നൊന്ത ശ്രീദേവി സഹജമായ മാതൃവാത്സല്യത്തോടെ സഹചാരികളോടൊപ്പം പൊള്ളലേറ്റ് വേദനയിൽ പുളയുന്ന നാഗങ്ങളെ തേനും പാലും മഞ്ഞൾപ്പൊടിയും കരിക്കും നെയ്യും മറ്റ് തൈലകാദികളിലുമുള്ള ശുശ്രൂഷകൾ നൽകി പരിചരിച്ചു. പുത്രഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്തതെങ്കിലും ശ്രീദേവിയുടെ മാതൃനിർവിശേഷമായ പരിചരണത്തിലും കുളിർമ പകരുന്ന ദ്രവ്യങ്ങളുടെ ലേപനത്താലും സൗഖ്യം വീണ്ടെടുത്ത നാഗങ്ങൾ അതീവ സന്തുഷ്ടരാവുകയും ചെയ്തു. തൻ്റെ കുലത്തിൽപ്പെട്ട അശരണരായ നാഗങ്ങൾക്ക് വേണ്ടി ശ്രീദേവി അനുഷ്ഠിച്ച അനിതര സാധാരണമായ ഈ ജീവൽദാന കർമ്മത്തിൽ നാഗരാജാവ് അത്യധികം സംപ്രീതനായി. പുത്രഭാഗ്യമില്ലായിരുന്നിട്ടും ഒരു മാതാവിൻ്റെ ഹൃദയനൈർമല്യം പ്രകടിപ്പിച്ച ശ്രീദേവിക്ക് നാഗരാജാവ് സ്വപ്നദർശനം നൽകുകയും ഇപ്രകാരം അരുളി ചെയ്യുകയും ചെയ്തു. സന്താന സൗഭാഗ്യമില്ലാതെ മനമൊഴുകി കഴിയുന്ന അമ്മയ്ക്ക് ഞാൻ സ്വയം പുത്രനായി ജനിക്കും. സ്വപ്നം സഫലമായി. ശ്രീദേവി ഗർഭവതിയായി. ഗർഭം തികഞ്ഞ് ശ്രീദേവി ജന്മം നൽകിയത് ഇരട്ട കുട്ടികൾക്കാണ്. ആ അത്ഭുത പ്രസവത്തിൽ ശ്രീദേവിക്ക് കോട് സൂര്യപ്രഭയൊഴുകുന്ന പഞ്ചമുഖനായൊരു നാഗശിശുവും സുമുഖ സുന്ദരഗാത്രനായൊരു മനുഷ്യ ശിശുവുമായിരുന്നു തനയന്മാരായിട്ട് പിറന്നത്. കാണികളുടെ കണ്ണുകൾക്ക് ആനന്ദം പകർന്ന് ശൈശവം പിന്നിട്ട സഹോദരന്മാർ അമ്മയുടെ സ്നേഹ പരിലാളനങ്ങളേറ്റ് ഉല്ലാസലീലകളാടി രസിച്ചു വളർന്നു. കാലം കടന്നുപോയി. ഇളയ സഹോദരൻ ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിച്ച് വേദാധ്യയനത്തിനായിട്ട് ഗുരുകുലത്തിലേക്ക് യാത്രയായി. അതോടെ ഏകാന്തതയിലകപ്പെട്ട ജ്യേഷ്ഠനായ നാഗബാലൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായെന്നുറപ്പിച്ച് ഇല്ലത്തെ നിലവറയിൽ പ്രവേശിച്ച് തപസ്സാരംഭിച്ചു. നിലവറയിൽ പ്രവേശിച്ച പുത്രൻ പുറത്തു വരാതിരുന്നതോടെ പരിഭ്രമിച്ച് വിവശയായ അമ്മ നിലവറയ്ക്ക് മുന്നിലെത്തി മകനോട് മടങ്ങി വരുവാൻ കേണ ആവശ്യപ്പെട്ടെങ്കിലും നാഗപുത്രൻ്റെ നിശ്ചയദാർഢ്യത്തെ മറികടക്കാനായില്ല. മാതാവിൻ്റെ ഇംഗിതം മനസ്സിലായ പഞ്ചഫണനാഗം നിലവറയ്ക്കുള്ളിൽ നിന്ന് ബഹുമാന പുരസരം അശരീരി എന്ന പോലെ താൻ സാക്ഷാൽ അനന്തം തന്നെയാണെന്നും അതോടൊപ്പം തൻ്റെ അവതാര ലക്ഷ്യത്തെയും നിയോഗത്തെയും ഒക്കെ തന്നെ സവിസ്തരമായിട്ട് അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചു. മകൻ പകർന്ന സാന്ത്വന വചസ്സുകളിൽ സംതൃപ്തിയായ അമ്മ തനിക്ക് കൈവന്ന മഹാസൗഭാഗ്യത്തിൽ അത്യധികം സന്തോഷവതിയായി. സ്നേഹസംഭാഷണങ്ങൾക്കിടെ മകൻ്റെ ഭക്ഷണകാര്യങ്ങളിൽ ആശങ്ക അറിയിച്ച അമ്മയോട് ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷത്തിന് തുല്യമാണെന്നും അതിനാൽ വർഷത്തിലൊരിക്കൽ ശിവരാത്രിയുടെ പിറ്റേന്ന് മാത്രം അമ്മ നിലവറയിലെത്തി തനിക്ക് 100 പാലും ഏകിയാൽ മതിയെന്നും കൂടാതെ അമ്മയുടെ ആഗ്രഹമനുസരിച്ച് തനിക്കായി കരുതുന്ന ഉപചാരങ്ങൾ അത്രയും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളായും നിവേദ്യങ്ങളായും ചെയ്താൽ താനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു കൊള്ളാമെന്നും അമ്മയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. തൻ്റെ പുത്രനായി ജനിച്ചത് സാക്ഷാൽ അനന്തനായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഉൾപ്പുളകം പൂണ്ട ശ്രീദേവി അർത്ഥമനസ്സിലോടെയാണെങ്കിലും മകൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളുവാൻ തയ്യാറായി. ഈ വൃത്താന്തങ്ങളൊക്കെ അറിഞ്ഞ സഹോദരൻ തൻ്റെ ജ്യേഷ്ഠനെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സഹോദരൻ ഇങ്ങനെ ഒരു ആവശ്യം നിരസിച്ചു.
കാരണം തൻ്റെ കോടി സൂര്യ സമാനമായി പ്രഭ ചുരിയുന്ന ഈ പൂർണ്ണരൂപത്തെ മനുഷ്യൻ്റെ ദുർബല നേത്രങ്ങളിൽ കാണാനാവുന്നതല്ല അല്ല എന്ന് സഹോദരനോട് പറഞ്ഞു നോക്കിയെങ്കിലും നിർബന്ധം പിടിച്ച സഹോദരനോട് ഒരു കണ്ണു അടച്ചു പിടിച്ച് നോക്കുവാൻ പറയുകയും അങ്ങനെ ദർശനം കൊടുക്കുകയും ചെയ്തു. ആ സഹോദരൻ്റെ ആ ഒരു കണ്ണിൻ്റെ കാഴ്ച മറയുകയും ചെയ്ത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. തലമുറകളിൽ ഒന്നായി പരിണമിക്കുമ്പോഴും ഭഗവാന് ജന്മം നൽകാൻ ഭാഗ്യം സിദ്ധിച്ച ദിവ്യത്വമാർജിച്ച പുണ്യവതിയായ മാതാവിൻ്റെ പരമ്പരയിൽപ്പെട്ട മണ്ണാറശാലയിലെ ഓരോ കാലത്തെയും അമ്മമാർ വിധിപ്രകാരം നാഗപൂജ ചെയ്തു വരുന്നു. ആ തുടർച്ചയായ മഹത്തായ കണ്ണികളാണ് എക്കാലത്തെയും മണ്ണാറശാലയിലെ അമ്മമാർ. മണ്ണാറശാലയിലെ അമ്മമാർക്ക് മാത്രമാണ് വിശേഷ അവസരങ്ങളിൽ ഭഗവാന്റെ പൂജകൾ ചെയ്യുവാനുള്ള സവിശേഷ അധികാരം. ഇങ്ങനെ സന്താന ഭാഗ്യമില്ലാതെ ഇരുന്ന ശ്രീദേവി അന്തർജനത്തിന് സർപ്പപ്രീതികരമായ കർമ്മങ്ങളിലൂടെ സന്താന ഭാഗ്യം സിദ്ധിച്ചത് കൊണ്ട് തന്നെയാണ് മണ്ണാർശാലയിൽ സന്തതി ഭാഗ്യത്തിന് വേണ്ടിയുള്ള വഴിപാടുകൾക്ക് പ്രസക്തിയേറുന്നത്. സന്താന ലബ്ധിക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിലെ ഉരുളി കമഴ്ത്തൽ പ്രസിദ്ധമായ ഒരു വഴിപാടാണ്. സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയ ശേഷം ഒരു പുത്തൻ ഉരുളി അകത്തേൽപ്പിക്കുന്നു. പൂജാരിണിയായ അമ്മ വിശേഷാൽ പൂജകൾക്ക് ശേഷം അത് കമഴ്ത്തി വയ്ക്കുന്നു. ദമ്പതിമാർക്ക് സന്താനമുണ്ടായി 6 മാസം കഴിയുമ്പോൾ അവർ കുട്ടിയുമായി വന്ന് തൊഴുത് വഴിപാടുകൾ നടത്തിയ ശേഷം ഉരുളി മലർത്താൻ അപേക്ഷിക്കുകയും അപ്പോൾ ഉരുളി മലർത്തുകയും ചെയ്യും. അതുവരെ അതിന് കീഴിൽ ഒരു സർപ്പം തപസ് ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇങ്ങനെ ധാരാളം ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ സന്താന ഭാഗ്യം ഉണ്ടായതായി എന്നുള്ളതാണ് അനുഭവസാക്ഷ്യം. അതിനാൽ തന്നെ ഇവിടെ ഈ ഒരു വഴിപാടിന് വളരെ പ്രാധാന്യമുണ്ട്. ഓം നമ കാമരൂപിണേ മഹാബലായ നാഗാധിപതയെ നമ എന്നതാണ് നാഗരാജാവിൻ്റെ മൂലമന്ത്രം. നാഗേക്ഷിയുടെ മൂലമന്ത്രമാകട്ടെ ഓം വിനയാ തനിയേ വിശ്വനാഗേശ്വരി ക്ലിം നാഗയക്ഷി യക്ഷിണി സ്വാഹ നമ എന്നതുമാണ്. ഇങ്ങനെ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും എല്ലാം പ്രീതി ഏവർക്കും ഉണ്ടാകട്ടെ. വീഡിയോ ഏവർക്കും ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.